യെസ്, നമ്മളിനി നോക്കാൻ പോകുന്നത് ട്രിഗണോമെട്രി വാല്യൂസ് ടേബിളാണ്. ഒരു 3 മാർക്കോളം ഒരു 2 മാർക്കും ഒരു MCQ ആണ് മെയിൻ അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി ഈ ടോപ്പിക്കിൽ നിന്ന് വരാറ്. അപ്പോൾ അത് കൂടുതലും കുട്ടികൾക്ക് തെറ്റായി പോകാൻ കാരണം അവരത് ബൈഹാർട്ടായിട്ട് പഠിക്കും. അപ്പോൾ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അങ്ങനെ കുറേ മാർക്ക് കുട്ടികൾക്ക് പോകണം നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഈസിയായിട്ട് ടാക്കിൾ ചെയ്യാം? നമുക്ക് ഈസിയായിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു മെത്തേഡ്, നമുക്ക് ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു മെത്തേഡ് നമുക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും ഈസിയായിട്ട് നമുക്കത് ഇവിടെ ടാക്കിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ പേപ്പർ ലാസ്റ്റ് പേജിൽ ഈ ഒരു ബോക്സ് വരച്ച് ആ വാല്യൂസ് നമുക്ക് അവിടെ എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ കുട്ടികളെ നിങ്ങൾക്ക് അധികം സ്ട്രെസ് ഇല്ലാണ്ട് ആ വാല്യൂസ് നിങ്ങൾക്ക് എക്സാമിന് വന്നു കഴിഞ്ഞാൽ നോക്കി കോപ്പി പേസ്റ്റ് സ്വന്തം പേപ്പറിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഡി ബാർ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്കൊരു എക്സാമിനേഷൻ അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഓപ്പൺ ആയിട്ട് വരികയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി നമുക്ക് എങ്ങനെ ബൈ ഹാർട്ട് ചെയ്യാണ്ട് ഈ ഒരു വാല്യൂ ടേബിൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് ഈസിയായിട്ട് വേണ്ട എന്താണെന്നറിയോ? ശ്രദ്ധിക്കുക, അവിടെ നമുക്ക് സൈനിൻ്റെ ആദ്യം പഠിക്കാം, പിന്നെ കോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉൾട്ട തല തിരിച്ച് എഴുതിയാൽ മതി. ഫ്രം എക്സ്ട്രീം എൻഡ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ടാൻ കണ്ടുപിടിക്കാൻ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ കണ്ടുപിടിച്ചാൽ മതി. പിന്നെ കൊസിക്ക് കണ്ടുപിടിക്കാൻ സൈൻ്റെ റെസിപ്രോക്കൽ ചെയ്താൽ മതി. സിക്ക് കണ്ടുപിടിക്കാൻ കോസിൻ്റെ റെസിപ്രോക്കൽ ചെയ്താൽ മതി. കോട്ട് കണ്ടുപിടിക്കാൻ ടാൻ്റെ റെസിപ്രോക്കലും ചെയ്താൽ മതി. ബസ്. അപ്പോൾ നമുക്ക് ആദ്യം സൈൻ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ സൈൻ കണ്ടുപിടിക്കണമെങ്കിൽ നോക്കിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ നോക്കുക. നമുക്ക് ആദ്യം 0, 1, 2, 3, 4 ഇങ്ങനെ എഴുതുക. രണ്ടാമത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും റൂട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, എല്ലാ നമ്പേഴ്സിനും റൂട്ട് 0, √1, √2, √3, √4 ആക്കി. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? എല്ലാത്തിനും ഡിവൈഡഡ് ബൈ 2 ആക്കുക. ഡിവൈഡ് ബൈ 2, ഡിവൈഡ് ബൈ 2, ഡിവൈഡ് ബൈ 2, ഡിവൈഡ് ബൈ 2, ഡിവൈഡ് ബൈ 2. എന്നിട്ട് എല്ലാത്തിനും വാല്യൂസ് അങ്ങ് കണ്ടുപിടിക്കുകയും √0, 0, 0/2 എന്താണ്? 0. √1/2 എന്താണ്? 1/2. √2/2 എന്താണ്? √2 ക്യാൻസൽ ആവില്ലേ? മുകളിലത്തെ √2 താഴത്തെ √2 ക്യാൻസൽ ആയിട്ട് 1/√2 വരും അല്ലേ? സോ ബേസിക്കലി ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√2. √3/2 എന്താ? √3/2 തന്നെ. √4/2 എന്താ? √4 തന്നെ 2. 2/2 എന്താ? 1. കണ്ടോ, സൈൻ നമ്മൾ പഠിച്ചു, ഒന്നും ബൈ ഹാർട്ട് ചെയ്തില്ല. നമുക്ക് 1, 2, 3, 4 ഏതറിയാലോ. എന്നിട്ട് എല്ലാത്തിനും റൂട്ട് ഇട്ട് കൊടുത്തു. ഡിവൈഡ് ബൈ 2 ചെയ്താൽ സൈൻ്റെ വാല്യൂസ്. ഇനി കോസിൻ്റെ വാല്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? എക്സ്ട്രീം റൈറ്റ് ഫ്രം 1 നിന്ന് ഇങ്ങോട്ടേക്ക് ആ ഡയറക്ഷൻ ഫോളോ ചെയ്താൽ മതി. എങ്ങനെയാണ്? ഇവിടെ 1 വരും, √3/2 വരും, 1/√2 വരും, 1/2 വരും, 0 വന്നു അല്ലേ? ഇനി ടാൻ കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിവിടെ പഠിച്ചു. എന്താ? ടാൻ ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. എന്താ? ടാൻ തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അപ്പോൾ സൈൻ്റെയും കോസിൻ്റെയും വാല്യൂസ് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. നോക്കിയേ, 0/1 എന്താ? 0/1 എന്താ? 0. 1/√2 ഡിവൈഡ് ബൈ √3/2 അതറിയില്ല എല്ലാവർക്കും. നോക്കിയേ, 1/2 ഡിവൈഡ് ബൈ √3/2. 2 ക്യാൻസൽ, നമുക്ക് എന്താ കിട്ടുക? 1/√3. അപ്പോൾ ഇവിടെ വരും 1/√3. ഇനി എന്താ ഉള്ളത്? 1/√2, 1/√2. അപ്പോൾ 1/√2 ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ? ന്യൂമറേറ്റർ സെയിം, ഡിനോമിനേറ്റർ സെയിം, രണ്ടും ക്യാൻസൽ ആവും. ഇപ്പോൾ എത്ര കിട്ടും? 1 വരും അല്ലേ? അപ്പോൾ 1 വന്നു. പിന്നെന്താ? √3/2 ഡിവൈഡ് ബൈ 1/2 എന്താണ്? √3/2 ഡിവൈഡ് ബൈ 1/2, √3/2 ഡിവൈഡ് ബൈ 1/2. 2 ക്യാൻസൽ. പിന്നെന്താ? √3/1. √3/1 എന്താ? √3. ഇവിടെയാണ് പ്രശ്നം. എന്താണ് പ്രശ്നം? 1/0. എന്താണ് 1/0? ആർക്ക് പറയാൻ പറ്റും? 1/0 എന്ത് വരും? 0 അല്ലേ? എന്ന് പറയുന്നവർ 10ാം ക്ലാസ്സിൽ നിർത്തി 2ാം ക്ലാസ്സിലേക്ക് പോയിക്കോ. ഓക്കെ, 1/0 പറഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ്. നോട്ട് ഡിഫൈൻഡ് അല്ലേ? അപ്പോൾ നോട്ട് ഡിഫൈൻഡ്. 1 ഡിവിഷൻ 0 നമ്മൾ പഠിച്ചിട്ടില്ല. പഠിക്കാത്ത കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ആൻസർ കിട്ടുക മക്കളെ? അല്ലേ? പഠിച്ച കാര്യത്തിന് ആൻസർ കിട്ടില്ല, പിന്നെ പഠിക്കാത്ത കാര്യത്തിന് എങ്ങനെ നമുക്കൊരു വാല്യൂ കിട്ടാം? അപ്പോൾ 1/0 എന്താ? നോട്ട് ഡിഫൈൻഡ്. ഇനി കൊസീക്ക് കണ്ടുപിടിക്കാം അല്ലേ? കൊസീക്ക് കണ്ടുപിടിക്കുന്നത് എന്താ? കൊസീക്ക് എന്തിൻ്റെ റെസിപ്രോക്കലാണ്? കൊസീക്ക് എന്തിൻ്റെ റെസിപ്രോക്കലാണ്? സൈൻ്റെ റെസിപ്രോക്കലാണ് അല്ലേ? കൊസീക്ക് എന്ന് പറഞ്ഞാൽ സൈൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ സൈൻ 0 ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ എന്താ? 0ൻ്റെ റെസിപ്രോക്കൽ എന്താ? പോരട്ടെ. എന്താ 0ൻ്റെ റെസിപ്രോക്കൽ? എന്താ? 0/1 ആണ് 0. അതിൻ്റെ റെസിപ്രോക്കൽ 1/0 എന്താ? നോട്ട് ഡിഫൈൻഡ്. ഇനി എന്താ? 1/2ൻ്റെ റെസിപ്രോക്കൽ എന്താ? 2 അല്ലേ? 1/√2ൻ്റെ റെസിപ്രോക്കൽ എന്താ? √2. ഇനി √3/2ൻ്റെ റെസിപ്രോക്കൽ എന്താ? 2/√3. ഇനി 1ൻ്റെ റെസിപ്രോക്കൽ എന്താ?
അതും 1 ആണ്. ഇനി സീക്ക് കണ്ടുപിടിക്കണം അല്ലേ? സീക്ക് എന്തിൻ്റെ റെസിപ്രോക്കലാണ്? സീക്ക് എന്തിൻ്റെ റെസിപ്രോക്കലാണ്? കോസിൻ്റെ റെസിപ്രോക്കലാണ് സീക്ക് അല്ലേ? കോസിൻ്റെ റെസിപ്രോക്കൽ കോസ് 1 ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ 1 തന്നെ. കോസ് √3/2 ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ 2/√3 തന്നെ. കോസ് 1/√2 ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ √2. കോസ് എന്താ 1/2 ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ 2. കോസ് 0 ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ നോട്ട് ഡിഫൈൻഡ്. ഇനി കോട്ട് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കോസ് തീറ്റ അല്ലേ? കോട്ട് എന്താണ് കോട്ട് എന്ന് പറഞ്ഞല്ല ഇവിടെ കോട്ട് പറഞ്ഞാൽ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ അല്ലേ? അങ്ങനെയും കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ എന്താ ടാൻ്റെ റെസിപ്രോക്കലും എടുക്കാം അല്ലേ? രണ്ടും അപ്ലിക്കബിൾ ആണ്. അപ്പോൾ എന്ത് വരും? ടാൻ 0 റെസിപ്രോക്കൽ നോട്ട് ഡിഫൈൻഡ്. ടാന് 1/√3 റെസിപ്രോക്കൽ √3. ടാന് 1 റെസിപ്രോക്കൽ 1. ടാൻ √3 ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ 1/√3. ടാന് നോട്ട് ഡിഫൈൻഡ് ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ 0. അപ്പോൾ കണ്ടോ, നമ്മൾ വാല്യൂ ടേബിൾ എന്ത് എളുപ്പമായിട്ടാണ് പഠിച്ച മക്കളെ. ഒന്നും ബൈ ഹാർട്ട് ചെയ്തിട്ടില്ല നമ്മൾ. ആകെ എന്താ നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് ഈ റേഷ്യോസ് അല്ലെങ്കിൽ റെസിപ്രോക്കൽസ് മാത്രം അറിഞ്ഞാൽ മതി. റെസിപ്രോക്കൽസ് അറിയുമെങ്കിൽ സിമ്പിൾ ആൻഡ് പവർഫുൾ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാൻ പറ്റും. നമ്മൾ എന്താ ചെയ്താൽ ടാൻ = സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, കോട്ട് = കോസ് തീറ്റ ബൈ സൈൻ തീറ്റ അത് പഠിച്ചു. സം ഓൾഡ് ഹോസ് പറഞ്ഞാൽ സൈൻ തീറ്റ = ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കെയിം ആൻഡ് ഹിറ്റ് എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ = അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ദ ഓൾഡ് ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ടാൻ തീറ്റ = ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇതറിയുമെങ്കിൽ നമുക്ക് ട്രിഗണോമെട്രിയുടെ റേഷ്യോസ് ബേസ് ഓൺ സൈഡ്സ് കണ്ടുപിടിക്കാം. അതിൻ്റെ റെസിപ്രോക്കൽസ് കണ്ടുപിടിക്കാൻ ഉൾട്ട ചെയ്താൽ മാത്രം മതി. വാല്യൂസ് പഠിച്ചു. കാരണം ട്രിഗണോമെട്രി ഇത്രയേ ഉള്ളൂ. ഇത്ര എളുപ്പത്തിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി എല്ലാ കാര്യവും നമ്മൾ എളുപ്പത്തിൽ പഠിച്ചു. ഇനി നമ്മൾക്ക് അപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി. ഓക്കെ, എങ്ങനെ അപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രിയിൽ ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും ഒരു ലവ് സ്റ്റോറിയിലൂടെ പഠിച്ചാലോ? എങ്ങനെ ഒരു ലവ് സ്റ്റോറി ഇഷ്ടമല്ലേ? നമുക്കൊരു കാര്യം നോക്കാം.